വെല്ലുവിളിക്കുന്നത് ഐ ചാലഞ്ച് ധൈര്യം ഉണ്ടെന്ന് കേസ് എടുക്കട്ടെ. പമ്പട 4 പ്രാവശ്യം എന്നെ പിടിച്ചോണ്ട് ഞാനിവിടെ വന്നിരിപ്പില്ലേ. അയാളങ്ങനൊന്നും എന്നെ എന്റെ മകന്റെ പേരിലൊന്നും കേസെടുത്തൊന്നും പഠിപ്പിക്കണ്ട. എന്റെ ഭാര്യയുടെ വായിൽ നിന്ന് വീണ വാക്കാണ് ആ അനുഭവം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അയാളെ ഇവിടെ ഉഷ പറഞ്ഞതിന്റെ 2ാം പങ്കം 1 മന്ത്രി രാജ്യം. ശ്രീ പി സി ജോ, താങ്കൾ ഇപ്പൊ BJP അംഗത്വം എടുത്തിരിക്കും, BJP നേതാവാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പേടിക്കേണ്ട നേതാവാണോ ഇനി പി സി ജോർജ്? എന്നെ ആരും പേടിക്കാൻ പാടില്ല. ഞാൻ മനസാക്ഷിയും നീതിബോധം ഉള്ളവനാണ്. ആരെയും അനധികൃതമായി മോശമാക്കുന്ന ഇടപാടില്ല. ആരെയും ഉപദ്രവിക്കുന്ന ഇടപാടില്ല. കള്ളനും കൊള്ളക്കാരനും മോഷ്ടാവുമാണെങ്കിൽ അവൻ പേടിക്കണം. ആരെയും ഒരു കള്ളനെ രക്ഷിക്കാൻ എന്നെ കിട്ടുകയില്ല. മോഷ്ടിക്കുന്നതിനെ സഹായിക്കാനും കിട്ടുകയില്ല. ഇവിടെ പിണറായിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം പിണറായി എന്നെ 4 പ്രാവശ്യം എന്റെ വീട്ടിൽ ചുമ്മാ പിടിച്ചുകൊണ്ട് പോയി. എന്നെ കൊണ്ട് കോടതി ചെല്ലുന്നിപ്പം മജിസ്ട്രേറ്റന്മാർ എന്നോട് വീട്ടിൽ പോകാം. അതുകൊണ്ട് കേസല്ലല്ലോ ഈ പിണറായിയുടേത്. പിണറായി മകനും എല്ലാം കൂടെ കക്കുകയില്ലേ, നടന്ന് കക്കുകയില്ലേ. എത്ര 1000 കോടി രൂപ കട്ടിട്ടുണ്ട്. അതുപോലെ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ പിടിക്കാതിരിക്കാൻ പറ്റുമോ? അത് പിടിക്കും. പിടിക്കാതിരിക്കുന്ന പ്രശ്നമില്ല, ധൈര്യമായിട്ടുണ്ട്. അത് ഒരെണ്ണം ഇല്ലാതെ പിടിക്കും. അതിപ്പോ അതല്ല, പിടിക്കാതിരിക്കുന്ന ദൈവം എന്നെ ശിക്ഷിക്കുമല്ലോ. ഇപ്പൊ ഈ പിണറായിയുടെ മകളിപ്പോ ജയിലിൽ ഉടനെ പോകും. കാരണം SFIയുടെ അന്വേഷണം ആയി കഴിഞ്ഞാൽ 6 ഉദ്യോഗസ്ഥന്മാരെ ചോരത്ത് കിടത്തിക്കൊണ്ട് അത് നമ്മളുമായിട്ടൊരു ബന്ധമില്ലോട്ടെ. ഞാൻ അറിഞ്ഞതല്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ നടന്ന സംഭവമാണ്. ആ ഹൈക്കോടതി വിധി ആരാ? ഏവൻ രാമചന്ദ്രൻ എന്ന ഏറ്റവും മാന്യനായ ഹൈക്കോടതി ജഡ്ജാ വിധിച്ചിരിക്കുന്നത്. അങ്ങനെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അത് വരുന്നത്. അതിനകത്ത് വെള്ളം ചേർക്കാൻ പറ്റില്ല. ഇപ്പോ അത് എന്റെ കേസിലെ വാദി എന്റെ മകനാണ്, ഷോൺ ജോർജ്. അതിനും എന്റെ സഹായം ഒന്നുമില്ല. അവൻ തന്നെ ഡ്രാഫ്റ്റ് ചെയ്ത കേസാണ്. അവൻ അഡ്വക്കേറ്റാണ്. അവന്റെ സുഹൃത്താണ് ഈ കോടതി ആയരാകുന്ന അഡ്വക്കേറ്റ്. നല്ല നില പോകുന്നുണ്ട് ആ കേസ് ഇപ്പം വെള്ളത്തിലായിരിക്കുക. പിണറായിക്ക് ഉറക്കം നഷ്ടപ്പെട്ട് കാണാം. അത് ജയിലിൽ പിണറായിയും പോകേണ്ടി വരും. അത് അതിന്റെ റിപ്പോർട്ടില് ആദ്യത്തെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പിണറായി അത് പങ്കാളിയാണെന്ന് വന്നിട്ടുണ്ട്. ആ നിലയ്ക്ക് പിണറായിയും ജയിലിൽ പോകേണ്ടി വരും. ഏതായാലും SFI ഒന്നോ അങ്ങനെ പറയുന്ന സംഘടന അതിന് 6 ഉദ്യോഗസ്ഥന്മാരെ അവർ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിക്കുമ്പോൾ തന്നെ പോക്കാവും. എനിക്ക് പേടി പോകുന്ന വഴിക്ക് അവർ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ ഹാർട്ട് അറ്റാക്ക് വല്ലതും വരുമെന്ന് എനിക്ക് പേടി. ഇപ്പൊ പിണറായിക്ക് ഏതായാലും ബുദ്ധിമുട്ട് അനുഭവിക്കും, ഒരു നിമിഷം വേണ്ട. താങ്കളെ പിണറായിയുടെ പോലീസ് 2-3 പ്രാവശ്യം വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തു, ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് മാധ്യമങ്ങളുടെ മുമ്പിൽ താങ്കളുടെ ഭാര്യ ജപമാല കയ്യിൽ വെച്ചിട്ടുണ്ട്. ഈ ജപമാല തൊട്ട് സത്യം ചെയ്യാണ് പിണറായി ഇനി ഒരുപാട് കാലം അനുഭവിക്കും. അന്ന് തൊട്ട് അനുഭവിച്ചു തുടങ്ങിയാണ് പിണറായി വിജയൻ. അതെ, എന്റെ ഭാര്യയുടെ വായിൽ നിന്ന് വീണ വാക്കാണ് ആ അനുഭവം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അയാളെ ഇവിടെ ഉഷ പറഞ്ഞതിന്റെ 2ാം പങ്കം 1 മന്ത്രി രാജിവെച്ചു. അയാളെ പിന്നെ തിരിച്ചെടുത്തു. അത് ഞാനെ കൊണ്ട് ജീവിക്കാൻ പറ്റുന്നത്. അയാൾ പറയുന്ന മുളത്തരത്തിന്റെ പേര് ജനങ്ങൾ മുഴുവൻ പിണറായിക്കെതിരെ, CPM ഉൾപ്പെടെ എതിരാ. നമ്മുടെ മുൻ മന്ത്രി സുധാകരൻ, അങ്ങനെ കുറച്ച് മാന്യന്മാരാ CPM ഉള്ളത്. അവരെല്ലാം ഈ കള്ളക്കമ്പനിക്ക് എതിരാ. അതുകൊണ്ട് അനുഭവിക്കാൻ അതൊരു മാർക്കുമില്ല. പിണറായി വിജയനൊക്കെ സഹാക്കന്മാർ മുഴുവൻ രാജിവെച്ചപ്പോ BJP ചേർന്ന് നോക്കിയോ. ഒരു നീതിബോധം വേണ്ടേ? ഇവിടുത്തെ പാവപ്പെട്ട ജനതയും കൃഷിക്കാരനെ രക്ഷിക്കാൻ വേണ്ടി മോദി എന്നൊരു പ്രധാനമന്ത്രി വരാറുണ്ട്. ആ മോദിജിയുടെ ഭരണം വരണമെന്ന് കേരളത്തിലെ ജനങ്ങളാക്കിയിരിക്കുന്നത് സംശയവും വേണ്ട. അതിനുള്ള അനുകൂലമായ സാഹചര്യമാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് എന്റെ വിശ്വാസം. മറ്റൊരു കാര്യം, ഈ പിണറായി വിജയനെതിരെ ആര് രംഗത്തിറങ്ങിയാലും അവർക്കെതിരെ കേസ് കൊടുത്ത് അകത്തിടുക. മാത്യു ടോറിനെതിരെ കേസെടുക്കുന്നു, രാഹുൽ മാങ്കുട്ടനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുന്നു. വീണ വിജയനെതിരെ ഇപ്പൊ താങ്കളുടെ മതം ഷോൺ ജോർജ് രംഗത്തിറങ്ങിക്കുന്നത്. ഷോൺ ജോർജിനെതിരെ പിണറായി തിരിയും തോന്നുന്നുണ്ടോ കള്ളക്കേസ് കൊടുക്കാൻ? വെല്ലുവിളിക്കുന്നത് ഐ ചാലഞ്ച് ധൈര്യം ഉണ്ടെന്ന് കേസ് എടുക്കട്ടെ. പമ്പട 4 പ്രാവശ്യം എന്നെ പിടിച്ചോണ്ട് ഞാനിവിടെ വന്നിരിപ്പില്ലേ. അയാളങ്ങനൊന്നും എന്റെ മകന്റെ പേരിലൊന്നും കേസെടുത്തൊന്നും പഠിപ്പിക്കണ്ട. ഇവിടെ പേടിക്കുന്ന പ്രശ്നമില്ല. ധൈര്യമുള്ള പഠിക്കട്ടെ. ആ കേസെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് ജീവിതം നഷ്ടപ്പെട്ടു പോകും. എന്നാന്നറിയാവും? ആ ദൈവശിക്ഷ അയക്കിട്ട് കിട്ടും. അനാവശ്യമായി കള്ളക്കേസ് എടുത്താൽ ദൈവം ചുറ്റി നോക്കിയോ. അത് എന്റെ ഭാര്യ പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നു, ഒരു സംശയം വേണ്ട. നമ്മളെല്ലാവരും ചർച്ച ചെയ്ത മറ്റൊരു വിഷയമാണ് നവകേരള യാത്ര. ഈ നവകേരള യാത്രയിൽ 36 മുതൽ 41 ദിവസം യാത്ര നടത്തിയ എല്ലാ മന്ത്രിമാർക്കും TA കൊടുക്കുകയാണ്. അതായത് 1 കോടി ബസ്സിൽ യാത്ര ചെയ്ത അവർക്ക് 35 ലക്ഷം രൂപ ഇന്നലെ ധനാര്യ വകുപ്പ് അനുവദിച്ചു TA ആയിട്ട്. അതുപോലെ തന്നെ 1000 രൂപ വെച്ച് ഹോട്ടൽ റെന്റ്, ഒരു മന്ത്രിക്ക് 36,000 വെച്ച്. ഖജനാവിൽ ഇത്രയും പൈസ എവിടെ നിന്നാണ്? ഞാനൊരു കാര്യം പറയാം. ഈ കേരള കോടികൾ കൊള്ളയടിച്ചിരിക്കുക.
ഈ ബസ് ഉണ്ടാക്കി ആവശ്യമില്ലാതെ. ആ ബസ്സിൽ ഈ മന്ത്രിമാർ പോകുമ്പോൾ മന്ത്രിമാരുടെ കാറ് എസ്കോട്ട് വണ്ടി ഓരോ സ്റ്റേറ്റ് രണ്ട് സ്റ്റേറ്റുകാർ വെച്ച് ഈ മന്ത്രിയുടെ കൂട്ടത്തിൽ നടക്കുക. ഈ യാത്രയുടെ കൂട്ടത്തിൽ നിന്ന് ആലോചിച്ച് എന്തൊരു മര്യാദയാണെന്ന്. അവന്മാരെന്നിട്ട് ബസ് അവിടെ ചാടി കാറെ കയറുക. ഇമാർക്ക് എന്നെ എത്ര ഇമാരങ്ങനെ കാറ് ജീവിച്ചമാരല്ലല്ലോ, പട്ടിണി കിടന്ന് വളർന്നവല്ലേ. ആ പട്ടിണി കിടന്നവരെല്ലാം കൂടെ ഒരു മന്ത്രിയായപ്പം എളിമ കാണിക്കുന്ന അഹങ്കാരം കാണിക്കുക. അതായത് ഗ്രഹനെ വിളിച്ച പിള്ളേരെ പോലെ ഇമാര്. അതായത് വയറ് പൊന്തി എന്നിട്ടും വർഷം കാണുന്നത് ചാടിച്ചാടി വീഴുന്ന പറഞ്ഞ പോലെ ഇവന്മാര് നാണം കെട്ടന്മാര് സ്റ്റേറ്റുകാരെ കയറി കിടക്കുക. മര്യാദ വേണ്ട. കേരളത്തിലെ ജനങ്ങളോട് വീട്ടില് കക്കൂസ് പണിയാൻ 5 ലക്ഷം, ലിഫ്റ്റ് പണിയാൻ ലിഫ്റ്റ് ഉണ്ടാക്കാൻ 1-ാം നിലയിൽ ഇങ്ങോട്ട് കയറാൻ ലിഫ്റ്റിന് 25 ലക്ഷം, പശുവിന് കിടക്കാൻ 45 ലക്ഷം, ചാണകമാണ് 5 ലക്ഷം. മറ്റൊരു തരം ശ്രദ്ധയിൽപ്പെടുത്താം, ക്ലിപ്പ് ഹൗസിലെ കർട്ടൻ ഇടാൻ 7 ലക്ഷം രൂപ, കർട്ടൻ ഇടാൻ മാത്രം. കർട്ടൻ 7 ലക്ഷം രൂപ വരെ. ഇതിലൊക്കെ ഇടിവെട്ടി പോകാത്ത എന്നാന്ന് ഞാൻ ആലോചിക്കുന്നു. മനസാക്ഷി വേണ്ടേ? മനുഷ്യൻ പട്ടിണിയായിട്ട് പഞ്ഞം കിടന്ന് ആത്മഹത്യയിരിക്കുക. ഇവിടെ റബ്ബർ കൃഷിക്കാരൻ, നെൽകർഷകൻ, ഇവിടുത്തെ ഏലക്കർഷകൻ എല്ലാം ദുരിതത്തിലാണ്. അപ്പോഴാണ് ഈടിങ്ങനെ സൂഹിക്കുക, ഇതിനെയൊക്കെ എന്നതാ ചെയ്യുന്നത് ദൈവമേ. ഒരു സംശയം വേണ്ട. എന്ന ഭരണം ഉണ്ടാവുമോ ഇത് മുഴുവൻ അന്വേഷിക്കാതെ വിടുകയില്ല. ഇതിന്റെ എല്ലാം റെക്കോർഡ് എടുത്തോണ്ടിരിക്കാൻ എല്ലാ എൻക്വയറിയിൽ വരും. ഇപ്പൊ ഇപ്പെടുത്താൻ വേണമല്ലോ, അതുപോലെ ഇവനെ ഒക്കെ പിടിക്കും. ആ പിടിക്കുമ്പോൾ ഇവനൊന്നും ആയുസ് കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. ഇവരൊക്കെ ജയിലിൽ കിടക്കുന്ന നമുക്കൊന്ന് കാണണ്ടേ. അല്ല, മന്ത്രിസഭ ഇന്നലെ വീണ്ടും ഒരു യാത്ര പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ മാസം ഫെബ്രുവരി മുതൽ മാർച്ച് 3 വരെ എല്ലാ ജില്ലകളിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും യാത്ര നടത്തുന്നു. യാത്രയുടെ പേരാണ് മുഖാമുഖം. തലയ്ക്കാണ് കുഴപ്പമുണ്ടെന്ന് വിശ്വാസം. മുഖാമുഖം, കുകാകുഖം, അതൊക്കെ എന്നാ പറ്റി? എന്ത് മണ്ടനൈകള്. ഒരു യാത്ര കഴിഞ്ഞ ക്ഷീണം തീർന്നിട്ടില്ല ജനങ്ങൾ. കോടികളെ ജനങ്ങൾ എന്ത് ചെയ്ത് ഈ ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് വിചാരിച്ച് ഇങ്ങനെ നടക്കണ്ട. ജനം ഒരവസരം കിട്ടാൻ നോക്കിയിരിക്കുക, കൊല്ലും. ഇവിടെ മുസ്ലിം ഭീകരവാദികളെ പിന്തുണ കിട്ടിയെന്ന് വിചാരിച്ച് എന്തോ ആകാമെന്നൊക്കെ വിചാരിക്കണ്ട പിണറായി. അതൊക്കെ അനുഭവിക്കേണ്ടി വരും. അവസാനമായി മറ്റൊരു ചോദ്യം കിടക്കുന്നത്, PC ജോർജ് BJP-യിലേക്ക് എന്ത് പ്രവേശനം ചെയ്തു? കേന്ദ്രത്തിന് വെച്ച് PC ജോർജിന് പിണറായിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കൂ? ഞാൻ BJP ചേർന്നത് കേരളത്തിലെ കാർഷിക മേഖലയെയും ഇവിടുത്തെ വേദനിക്കുന്ന ജനസമൂഹത്തെയും ന്യൂനപക്ഷങ്ങളൊക്കെ എങ്ങനെ കൂടുതൽ നല്ല നിലയിലേക്ക് അവരുടെ ഗവൺമെന്റിന് എന്ത് സഹായം മേടിക്കാം, അങ്ങനെ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടെ ഈ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ നന്മയിലേക്ക് നയിക്കാൻ. ഇവിടെ ഒരു ഉദാഹരണം ഞാൻ ചോദിക്കാം. പാവപ്പെട്ട നായർ സമുദായം ഇതുപോലെ വേദനിക്കുന്ന ഒരു സമുദായം ഓർത്തു വയ്ക്കും. അവരെ മേൽജാതിയാന്നാ പറയുന്നത്. പക്ഷേ അവർക്ക് ജീവിക്കാൻ മാർഗമില്ല. അവർക്കൊന്നും കൊടുക്കാൻ പറ്റില്ല. മേൽജാതിക്കൊന്നും ദാനം ചെയ്യാൻ പാടില്ല. ഇതൊക്കെ പ്രധാനമന്ത്രിയെ ബോധ്യപ്പെടുത്തി ഈ പാവങ്ങളെയൊക്കെ രക്ഷിക്കാവൂ. അത് നോക്കാൻ വേണ്ടി തന്നെയാണ് BJP ചേർന്നിരിക്കുന്നത്. അല്ലാതെ എനിക്ക് വ്യക്തിയോട് ഒരു നേട്ടം വേണ്ട.